നമസ്കാരം. ചുരുക്ക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ തിക്കോടിക്കടുത്തുള്ള പള്ളിക്കര എന്ന കൊച്ചു ഗ്രാമത്തിലെ ഫ്രഷ് മീൻകട വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന സ്ഥാപനം കസ്റ്റമേഴ്സിനായി ഒരുക്കിയ റംസാൻ, വിഷു, ഈസ്റ്റർ മെഗാ നറുക്കെടുപ്പ് 16-ാം തീയതി പള്ളിക്കര ഫ്രഷ് മീൻകടയിൽ വെച്ച് നടന്നു. പരിപാടി തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. 3-ാം വാർഡ് മെമ്പർ പ്രമീള സത്യൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് എന്നിവരും നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം റഫീഖ് കണ്ടോത്ത് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, പ്രസിഡന്റ് മീൻകടയിൽ ഒരു നറുക്കെടുപ്പുണ്ട്, പ്രസിഡന്റ് വന്നൊന്ന് എടുത്തു തരണം, 6 മണിക്ക് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അന്നേരം തന്നെ. അപ്പം ഇവിടെ വന്ന് നോക്കിയ സമയത്ത് അതിലും അത്ഭുതം തോന്നി. കാരണം കേവലം ഒരു മീൻകട നടത്തിയിട്ട് ഇത്രയും വലിയൊരു മെഗാ നറുക്കെടുപ്പ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ആദ്യമായിട്ട് തിക്കോടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സമ്മാനങ്ങളൊക്കെ തന്നെ കാണുന്ന സമയത്ത് ഈ മീൻ വിറ്റ് കിട്ടുന്നതായ ലാഭം മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുക്കുകയാണോ? കാരണം ഈ ഒരു ബൈക്ക്, ബാക്കിയുള്ള ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ തന്നെ. കാരണം എന്തായാലും ശരി, വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞതുമാതിരി കേരളത്തിൽ നമ്മുടെ പള്ളിക്കരയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഫ്രഷ് മീൻകടകളുടെ ഒരു മെഗാ നറുക്കെടുപ്പ്. കാരണം ഇത് വേറെ എവിടെയും തന്നെ കേട്ടിട്ടില്ല. എന്തായാലും ഇങ്ങനെയൊരു ഇവർ നേരത്തെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് പള്ളിക്കര ആ മുക്കിലായിരുന്നു കച്ചവടം. പക്ഷേ എന്നിരുന്നാൽ ഇഷ്ടം പോലെ ആളുകൾ നല്ല ഫ്രഷ് മീൻ കിട്ടാൻ വേണ്ടി നമ്മളുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഇഷ്ടം പോലെ ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടു പോകാറുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും ഇതുവഴി പോകുന്ന സമയത്ത് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പിന്നീട് ഒരിക്കലാണ് ഇവരിവിടെ ഒരു കട തുടങ്ങുകയും ആ കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രൂട്ട്സ്, അതേപോലെ വെജിറ്റബിൾസ് എല്ലാം തന്നെ മീൻ വാങ്ങാൻ വേണ്ടി വരുന്ന നമ്മളുടെ ഈ പ്രദേശത്തുള്ള സഹോദരന്മാർക്കെല്ലാം വേണ്ടി തന്നെ മത്സ്യങ്ങളും, ഫ്രഷ് മത്സ്യങ്ങൾ, അതേപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം തന്നെ വാങ്ങിക്കൊണ്ടുപോകാം. പ്രത്യേകിച്ച് നോമ്പിനൊക്കെ തന്നെ ദൂരെ ഒന്നും പോവാതെ തന്നെ ഇവിടെ വന്ന് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിലും അതേപോലെ തന്നെ വളരെ ലാഭത്തിലും നല്ല മീൻ തന്നെയാണ് ഇവിടെ നിന്നും കൊടുത്തുകൊണ്ടിരുന്നത്. അത് നോക്കാൻ വേണ്ടിയൊക്കെ തന്നെ നമ്മളെ HIമാരൊക്കെ തന്നെ, ഹെൽത്ത് സെൻ്ററിലെ HIമാരൊക്കെ തന്നെ വന്ന് പരിശോധനയൊക്കെ നടത്താറുണ്ട്. ഒരിക്കൽ പോലും മോശമായ മത്സ്യം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ശരി, നമുക്കൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ എളുപ്പത്തിലും വളരെ വേഗത്തിലും നല്ല രീതിയിലുള്ളതായ മത്സ്യമൊക്കെ തന്നെ ഇവിടെ വന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടുപോകാനുള്ളതായ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു മെഗാ മീൻകടയുടെ നറുക്കെടുപ്പിന് വേണ്ടി ക്ഷണിച്ചതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇനി കൂടുതലൊന്നും തന്നെ സംസാരിക്കുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെയുള്ള പ്രദേശത്തുകാർക്ക് എല്ലാം കൊണ്ടും സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക നായകന്മാരൊക്കെ തന്നെ കക്ഷി രാഷ്ട്രീയ, ജാതി, മതഭേദമന്യേ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ. എല്ലാ നല്ല വൃത്തിയോടുകൂടിയും അതുപോലെ തന്നെ പഞ്ചായത്തും ഹോസ്പിറ്റലൊക്കെ പറഞ്ഞ മാനദണ്ഡങ്ങളോടും കൂടിയാണ് ഈ കട പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ തുച്ഛമായ വിലയിൽ നമുക്ക് ഫ്രഷായ മീനാണ് ഇവിടുന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ വന്ന് മീൻ വാങ്ങുന്നത്. ഈ കട ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ വിജയഗാഥ രചിക്കുകയാണ് നമ്മുടെ റഫീഖ്. ഈ പ്രദേശത്ത് മാത്രമല്ല അന്യദേശങ്ങളിലും ഈ ഒരു മീൻ കടയുടെ പെരുമ വിളിച്ചോതിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നാണ് റഫീഖ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, പ്രാവശ്യം എന്തായാലും വരണം, എൻ്റെ ഒരു 6 മാസത്തെ ഒരു ബിസിനസ്സിൽ ഇന്ന് ഞാൻ ഒരുപാട് ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ പ്രിയപ്പെട്ട എൻ്റെ ഇവിടെ വന്നിട്ടുള്ള എന്നോട് മീൻ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ്. ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ എന്തായാലും നിങ്ങളൊന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് നിഷേധിക്കാൻ വേണ്ടി സാധിച്ചില്ല. കാരണം ഈ ഒരു മീൻകട വളർന്നു വന്ന് പന്തലിച്ച് വലിയൊരു സംവിധാനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഒരു ആരോഗ്യവകുപ്പിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുന്നതിന് വേണ്ടി റഫീഖ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ റഫീഖിൻ്റെ ഒരു മീൻ കച്ചവടം എന്ന് പറയുന്നത് പള്ളിക്കരയുടെ ടൗണോട് ചേർന്നുള്ള ഓരങ്ങളിലായിരുന്നു.
പക്ഷേ അത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, പരിസര മലിനീകരണത്തെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭീമമായ ഒരു വാടക കൊടുത്തായിരിക്കാം റഫീഖ് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഇത് ഒരു മാതൃകയായി മാറുകയാണ്. ഒരു യുവാവ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് വഴി ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും ജനങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് കൃത്യമായി നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതും ആ ഒരു വരുമാനത്തിൽ നിന്നും അതിൻ്റെ ഒരു ലാഭത്തിൽ നിന്നോ ജനങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം ആഴ്ന്നിറങ്ങുകയാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ നിങ്ങളോട് ഇടപെടാൻ വേണ്ടി സാധിച്ചതിലും ഇതിൻ്റെ റഫീഖിന് മാത്രമല്ല ഇതിൻ്റെ വിജയമെന്ന് പറയുന്നതിൻ്റെ അണിയറ പ്രവർത്തകർ കൂടിയുണ്ട്. അവരുടെ പെരുമാറ്റവും ഒക്കെ തന്നെ ഒരു വിജയത്തിൻ്റെ കൈവരിക്കുന്നതിൽ മുൻപതിൽ നിൽക്കുന്ന ഘടകം തന്നെയാണ്. ഏതായാലും വളരെ നല്ല ഒരു മുഹൂർത്തം സമ്മാനിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ ഇവിടെ വലിയൊരു നറുക്കെടുപ്പ് നടക്കുകയാണ്. ഒന്നാം സമ്മാനം മുതൽ വിപുലമായ സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ സമ്മാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതൊക്കെ തന്നെ ഏറ്റുവാങ്ങുമ്പോൾ കൂടുതൽ ജനങ്ങൾ റഫീഖിനോട് അടുക്കുകയാണ്. ഇതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 10ാം സമ്മാനത്തിൽപ്പെട്ട ഒരു ചാക്കരിയുടെ ഭാഗ്യവാൻ ആരെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് വിവരം അറിയാം. നറുക്കെടുപ്പ് എടുക്കുന്നത് കണ്ടോ, നമ്മുടെ റഫീഖിന്റെ മകൾ ഫാത്തിമ മോൾ. സച്ചായ ചൊപ്പിന് ഹി സക്തെ ബനാവട്ട് കെ ഹസ്വലോം സെ. ആദ്യത്തെ നമ്പർ തന്നെ അതൊരു 7-ലാണുള്ളത്. 70127981332. 9ാം നറുക്കെടുപ്പിലേക്ക് ഞങ്ങൾ തുടരുകയാണ്. 9ാം നറുക്കെടുപ്പ് അതായത് ഒരു ഗ്യാസ് സ്റ്റൗ ആണ്. ചെറിയതൊന്നുമല്ല, വലിയ ഒരു ഗ്യാസ് സ്റ്റൗ തന്നെയാണ്. റഫീഖിന്റെ പരിശ്രമത്തിൽ ഒട്ടേറെ 3 ബർണറാണ്. അതാണ് 2 ബർണറിലൊന്നും ഒതുക്കിയിട്ടില്ല റഫീഖ്. അതുകൊണ്ട് തന്നെ ലുബ്ധനല്ല എന്ന് തെളിയിച്ചുകൊണ്ട് 9ാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗവിന്റെ നറുക്കെടുപ്പാണ്. അതിന് നമ്മുടെ നാരായണനെ ക്ഷണിക്കുന്നു. ഇത് നിങ്ങൾ തന്നെ എടുക്കേണ്ട നറുക്കെടുപ്പാണ്. 1, 2, 3 സമ്മാനം മാത്രമാണ്. നമ്മുടെ അയൽ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഈ പള്ളിക്കരയുടെ ഒരു ഭാഗമായ നമ്മുടെ നാരായണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുട്ട 9ാം സമ്മാനം ഗ്യാസ് സ്റ്റൗവിന്റെ നറുക്കെടുപ്പ് തുടരുകയാണ്. നാരായണൻ കണ്ടു 94, 95, 60, 87, 84. ശശിഭൂഷൺ. എട്ടാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പാണ്. ശശിഭൂഷന്റെ കൈകൾ കൊണ്ട് കിട്ടിയ ആ മനോഹരമായ ആ നമ്പർ വായിക്കപ്പെടുകയാണ്. 8ാം സമ്മാനം മിക്സ് ലഭിച്ചിരിക്കുന്നത് 8943820193. അയൺ ബോക്സ് നമുക്ക് എപ്പോഴും ആവശ്യമായ എന്ത് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഒരു ഇസ്ത്രി ഇട്ടവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ പുറത്തു പോകുമ്പോൾ അവൻ അഭിമാനിയാകുന്നു. നമുക്ക് കണ്ടാലും ഒരു അഭിമാനം തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഇസ്ത്രി പെട്ടിയുടെ ഉടമ ഇപ്പോൾ ആരാണെന്ന് നമുക്ക് ആ ഭാഗ്യവാൻ ആരാണെന്ന് കണ്ടെത്താം. അതുകൊണ്ട് അയൺ ബോക്സിന്റെ 7ാം സമ്മാനം നൽകാൻ വേണ്ടി സന്തോഷ്. നമ്മുടെ ഏറ്റവും എന്ന് പറയുന്നത് നമ്മളങ്ങ് മലപ്പുറത്തുനിന്നോ കോഴിക്കോടുന്നോ കൊണ്ടുവന്നതല്ല. ഒന്ന് എടുത്തിട്ടുണ്ട്, അത് കാലിയാണ്. ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. കാരണം അതിൽ എന്തെങ്കിലും ഇതൊന്ന് ഉപഭോക്താക്കൾക്ക് കാണാം. ഇത് 94, 96, 92, 0858. 6ാം സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത്. ആ 6ാം സമ്മാനം നമ്മൾ ഇപ്പോൾ നറുക്കെടുക്കുകയാണ്. ആ നറുക്കെടുപ്പിനായി നമ്മുടെ ബിനു സ്ഥലത്തുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഷോപ്പിൻ്റെ നമ്മുടെ ബിനു സ്ഥലത്തുണ്ടെങ്കിൽ ഈ വേദിയിലെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വേണ്ടി ഇതാ നമ്മുടെ ബിനു നറുക്കെടുക്കുകയാണ്. വാരി കോരി കൊടുക്കുന്ന 9846 മനോജിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏതെങ്കിലും ഒരു വീട്ടമ്മയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വീട്ടമ്മയെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്പർ വായിക്കപ്പെടുകയാണ്. 9444
7 9 4 9 4 1 5. 4-ാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പിനായി പ്രിയപ്പെട്ട സുഹൃത്ത് ആശാരിക്കുനി ഗോപി വേദിയിലെത്തേണ്ടതാണ്. ാണ് 69 97 451. സമ്മാനം കെൽവിനേറ്ററിന്റെ മനോഹരമായ ഒരു ഫ്രിഡ്ജാണ്. ആ സമ്മാനം ഏറ്റുവാങ്ങുവാനും അതുപോലെ അതിന് തയ്യാറെടുക്കണമെന്നും അതുപോലെ അത് നറുക്കെടുക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ അവർകളെ സദർപൂർവ്വം ക്ഷണിക്കുന്നു. ഫ്രിഡ്ജിന് അർഹനായ ആ വ്യക്തിയുടെ നമ്പർ വായിക്കുകയാണ്. 9544 25 9976. കെൽവിനേറ്ററിന്റെ മനോഹരമായ വിലപിടിപ്പുള്ള ആ ഫ്രിഡ്ജ് ശക്തിനെ സാദരപൂർവ്വം നറുക്കെടുപ്പിനായി വാഷിംഗ് മെഷീന് അർഹനായിരിക്കുന്ന അല്ലെങ്കിൽ അർഹയായിരിക്കുന്നവരുടെ നമ്പർ വായിക്കുകയാണ്. 62 35 53 91 90. 62 35 53 91 90. ഈ നറുക്കെടുക്കാനുള്ളത് മെഗാ സമ്മാനമാണ്. മാക്ട്രോണിൻ്റെ ഏറ്റവും നല്ല ഒരു ഇലക്ട്രോണിക് സ്കൂട്ടിയുടെ മഹാഭാഗ്യവാൻ ബമ്പർ നറുക്കെടുപ്പിൽ ആരാണ് വിജയി എന്നറിയാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാക്ട്രോൺ ഇലക്ട്രോണിക് സ്കൂട്ടിയുടെ ഭാഗ്യവാൻ ഭാഗ്യവതി ആരാണെന്നറിയാനുള്ള അപൂർവ നിമിഷത്തിന് സാക്ഷികളാവാൻ ഇവിടെ കൂടിയ എല്ലാവർക്കും ഫ്രഷ് മീൻകട ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കടയുടെ അഭിവാദനങ്ങളോടെ നമ്മുടെ പ്രിയങ്കരിയായ തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല സമദിനെ സാദരപൂർവ്വം ആ ഒരു ഭാഗ്യ നമ്പർ എടുക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇത് അവസാനത്തെ നറുക്കെടുപ്പാണ്. 1-ാം സമ്മാനം ലഭിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് എല്ലാവരും ജമീല സമദ് എടുത്തിരിക്കുന്ന ആ ഭാഗ്യ നമ്പർ, ആ മഹാ ബമ്പർ വിജയി ആരാണെന്ന് നമുക്ക് ഇതാ പ്രഖ്യാപിക്കുകയാണ്. ആ ബമ്പർ വിജയിക്ക് ആദ്യമായി തന്നെ ഞങ്ങൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആ നമ്പർ വായിക്കപ്പെടുകയാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മെഗാ ബമ്പർ സ്കൂട്ടി, ഇലക്ട്രോണിക് സ്കൂട്ടി ലഭിച്ചിരിക്കുന്നത് 94 00 95 02 90. ആ മഹാവിജയി സ്ഥലത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ കടന്നു വന്ന് ആരവത്തോടെ തന്നെ ആ സമ്മാനം സ്വീകരിക്കണമെന്ന് ഒന്നുകൂടി വായിക്കപ്പെടുകയാണ്. 94 00 95 02 90. ഈ മെഗാ ബമ്പർ താരത്തെ തെരഞ്ഞെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പള്ളിക്കര ഫ്രണ്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ഈ നമ്പർ നറുക്കെടുപ്പിൽ പങ്കാളികളായ എല്ലാവർക്കും അഭിവാദനങ്ങൾ. പ്രിയമുള്ളവരെ, സമ്മാനം ലഭിച്ച നമ്മുടെ നാസർക്കാർക്ക് താക്കോൽ കൈമാറുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഫ്രഷ് മീൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അസോസിയേഷന്റെ എല്ലാവിധ അഭിവാദനങ്ങളും അദ്ദേഹത്തിന് നേരുന്നു. താങ്ക് യു നാസർക്ക. 10 മെഗാ സമ്മാനങ്ങൾക്ക് പുറമെ 100 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകിയിരിക്കുകയാണ് ഫ്രഷ് മീൻകട. ഈ ഒരു വിജയത്തിന് ശേഷം ഫ്രഷ് മീൻകടയുടെ പുത്തൻ സംരംഭം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടേഴ്സ് അറിയിച്ചു.